തൊഴിലുറപ്പ് പദ്ധതിയിലെ കൂലി വർദ്ധിപ്പിച്ചു. കേരളത്തിൽ ദിവസക്കൂലി 13 രൂപയായി വർദ്ധിക്കും. കൂലിയിൽ വലിയ വർധനവ് ഉണ്ടായത് ഗോവയിലാണ്. 34 രൂപ വർദ്ധിപ്പിച്ച് ദിവസക്കൂലി 356 രൂപയാക്കിയിട്ടുണ്ട്. അനൂപ് ദാസ്, അനൂപ്, തെരഞ്ഞെടുപ്പ് കാലത്ത് വരുന്ന ഗ്രാമപ്രദേശങ്ങളടക്കം കേരളത്തിലുള്ള നിരവധി പേർക്കടക്കം ആശ്വാസമാകുന്ന ഒരു തീരുമാനമാണ്. അതിൽ എങ്ങനെയൊക്കെയാണ് ഈ കണക്കുകൾ പുറത്തേക്ക് വരുന്നത്? 14.5 കോടി ജനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ആകമാനം ഈ തൊഴിലുറപ്പ് പദ്ധതിയെ ആശ്രയിച്ച് തൊഴിലുറപ്പ് പണിയെടുത്ത് ജീവിക്കുന്ന ആളുകൾ. അവർക്ക് പല തട്ടിലാണ് ഈ കൂലിയുടെ നിലവാരം നിൽക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒന്നും ഒരേ കൂലിയല്ല. ഓരോ സംസ്ഥാനത്തെയും സാഹചര്യം പരിഗണിച്ച് ഓരോ കൂലിയാണ്. ഇപ്പോഴത്തെ നിലയിൽ 7 രൂപ മുതൽ 34 രൂപ വരെയാണ് വർധനവുണ്ടായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വർധനവ് ഗോവയിൽ ഉണ്ടായപ്പോൾ ഏറ്റവും കുറവ് വർധനവുണ്ടായത് ഉത്തരാഖണ്ഡിലും ഒപ്പം തന്നെ ഉത്തർപ്രദേശ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളാണ്. കുറവ് വർധനവുണ്ടായ സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളമുള്ളത്. രാജസ്ഥാനിൽ 4.31% വർധനവ്, കേരളത്തിൽ 3.90, അതായത് 13 രൂപയുടെ വർധനവ്, ലക്ഷദ്വീപിൽ 3.62% വർധനവ്, ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും 3.4% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും 237 രൂപയാണ് ഒരു ദിവസം പണിയെടുത്താൽ കൂലിയായി ലഭിക്കുക. ഏറ്റവും കുറവ് കൂലി ലഭിക്കുന്ന സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശും നാഗാലാൻഡുമാണ്. 234 രൂപയാണ് ഇരു സംസ്ഥാനങ്ങളിലും ഒരു ദിവസത്തെ കൂലിയായി ലഭിക്കുക. ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്ന സംസ്ഥാനം ഇപ്പോൾ ഹരിയാനയാണ്, 374 രൂപ. ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസ് ഒരു പ്രതികരണവുമായി വന്നിട്ടുണ്ട്. അതായത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നത്. അത് തിരഞ്ഞെടുപ്പ് ഈ മാനദണ്ഡങ്ങളുടെ എല്ലാം ലംഘനമാണോ എന്നത് പിന്നീട് പരിശോധിക്കാം. പക്ഷേ കോൺഗ്രസ് അവരുടെ ന്യായ് പദ്ധതി പ്രകാരം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാഗ്ദാനം, ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച വാഗ്ദാനം, തൊഴിലുറപ്പ് പദ്ധതിയിലെ കൂലി ഏറ്റവും കുറവ് 400 രൂപയായി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും വലിയ കൂലി 374 മോദി സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും രാഷ്ട്രീയ വിഷയമായി കൂടി ഇത് മാറുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത്. എങ്കിൽ തന്നെ ജനങ്ങൾക്ക് കുറച്ചെങ്കിലും ആശ്വാസം ലഭിക്കുന്ന തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്.